3 സിമ്പിൾ ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ട് പാസ്സാകാൻ വേണ്ടി സാധിക്കുമെന്ന് കേട്ടിരുന്നു. അത് സത്യമാണോ? 14-ലെ 7 പാഠം പഠിച്ചുകൊണ്ട് A+ നേടാൻ വേണ്ടി സാധിക്കുമെന്ന് കേട്ടിരുന്നു. അത് സത്യമാണോ? ഹലോ മക്കളെ, +1 സയൻസ് എടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അടുത്ത പരീക്ഷ മാത്തമാറ്റിക്സ് ആണ്. ഈ വരുന്ന മാർച്ച് 14-ാം തീയതിയാണ് നമുക്ക് മാത്സ് എക്സാം ഉണ്ടാവുക. ഒരു കൊല്ലത്തെ ആകെ പഠിച്ചതിന്റെ റിസൾട്ടാണ് നമുക്ക് മാർച്ച് 14-ാം തീയതി നിങ്ങളെ കാത്തിരിക്കാൻ വേണ്ടി പോകുന്നത്. 10ാം ക്ലാസ്സിൽ അതിഗംഭീരമായ മാർക്ക് നേടി എല്ലാവരും +1ലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് എല്ലാവരും വന്നത്. പക്ഷേ നിങ്ങൾ കാത്തിരുന്നത് ഒരുപാട് ചതിക്കുഴികളായിരുന്നു. +1ലേക്ക് വരുമ്പോൾ ഫിസിക്സ് ബുദ്ധിമുട്ടാണ്, കെമിസ്ട്രി ബുദ്ധിമുട്ടാണ്, മാത്സ് ബുദ്ധിമുട്ടാണ്, എല്ലാ വിഷയവും ഭയങ്കരമായ ബുദ്ധിമുട്ടായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫേസ് ചെയ്ത്. ഒരു നിമിഷം എല്ലാവരും പിന്തിരിഞ്ഞ് പോയാലോ എന്ന് പോലും ചിന്തിച്ച് കാണും, എനിക്ക് സയൻസ് വേണ്ടായിരുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ കെമിസ്ട്രി എക്സാം കഴിഞ്ഞു. കെമിസ്ട്രി എക്സാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും, അതെ, സയൻസിലെ കെമിസ്ട്രി എനിക്ക് വളരെ ഈസി ആയിരുന്നു. സൈലത്തിൻ്റെ ക്ലാസ് കണ്ട എല്ലാ വിദ്യാർത്ഥികൾക്കും കെമിസ്ട്രി എക്സാം ഈസി ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിവിടെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഏതാണോ ആ കാണുന്ന ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു നിങ്ങളുടെ എക്സാമിന് ഉണ്ടായിരുന്നത്. ഇനി മാത്സിലേക്ക് വരുന്നു. മാത്സിലും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. സൈലത്തിനകത്ത് എന്താണ് പഠിപ്പിക്കുന്നത് ആ കാണുന്ന ക്വസ്റ്റ്യൻസ് അതേപോലെ പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് +1 മാത്സിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട്. മുൻ വർഷങ്ങളിൽ നമുക്ക് വളരെ സുഖമായിട്ട് നമുക്ക് A+ നേടാൻ വേണ്ടി സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കളികൾ കുറച്ച് മാറി. മറ്റൊന്നുമല്ല, എക്സാമിനേഷൻ്റെ പാറ്റേൺ മാറി, വെയിറ്റേജ് കംപ്ലീറ്റ്ലി മാറിയാണ് നമുക്ക് മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നത്. പണ്ട് നമുക്കറിയാം, സെറ്റ്സ് എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് വളരെ സുഖമായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും 7 മാർക്ക് ലഭിച്ചിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. പ്രോബിലിറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും, വളരെ സുഖമായിട്ട് 7 മാർക്ക് നേടിയെന്ന ചാപ്റ്റർ ആയിരുന്നു പ്രോബിലിറ്റി. പക്ഷേ ഇപ്പോൾ നമുക്ക് പ്രോബിലിറ്റി വെയിറ്റേജ് അങ്ങനെയല്ല. ഒരുപാട് വെയിറ്റേജ് മാറിയാണ് നമുക്ക് നിങ്ങളുടെ +1 ബോർഡ് എക്സാം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. സോ വെയിറ്റേജ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പഠിക്കാനായിട്ട് കൃത്യമായിട്ട് വെയിറ്റേജ് അറിഞ്ഞു പഠിക്കൂ. നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ +1 ക്ലാസ്സിൽ ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. നമ്മൾ നേരെ ഇതാ വെയിറ്റേജിലേക്ക് പോകുന്നു. ആദ്യ പാഠമായ സെറ്റ്സിലേക്ക് പോവാം. വളരെ സുഖമായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും 7 മാർക്ക് സമ്മാനിച്ച ചാപ്റ്റർ ആയിരുന്നു സെറ്റ്സ് പറയുന്നത്. ഇപ്പോൾ അവസ്ഥ അങ്ങനെയല്ല. സെറ്റ്സിൻ്റെ വെയിറ്റേജ് വെട്ടിക്കുറച്ചുകൊണ്ട് 4 മാർക്ക് മാത്രമാണ് നമുക്ക് സെറ്റ്സിനകത്ത് നിന്ന് ഇപ്പോൾ ലഭിക്കുക. ഒരു ചോദ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അത് 4 മാർക്കിൻ്റെ ഒരു ചോദ്യം. രണ്ടാമത്തെ പാഠം പൊതുവെ എല്ലാ വിദ്യാർത്ഥികളും ഡിഫിക്കൽട്ടാണ്, റിലേഷൻ ഫംഗ്ഷൻ. അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ വെയിറ്റേജ് ഒന്നും യാതൊരു മാറ്റവുമില്ല. പണ്ടും 7 മാർക്ക്, ഇപ്പോഴും 7 മാർക്ക്. 7 മാർക്കിനായിരിക്കും നിങ്ങളുടെ ബോർഡ് എക്സാമിന് റിലേഷൻ ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്റർ ചോദിക്കാം. മൂന്നാമത്തെ പാഠം ട്രിഗണോമെട്രി. ഒരുപാട് പേരുടെ പേടി സ്വപ്നമാണ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ. ട്രിഗണോമെട്രിക്കകത്ത് ഒരുപാട് ഇക്വേഷൻ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചാൽ തന്നെയും മുൻ വർഷം നമുക്ക് ലഭിക്കുന്നത് 6 മാർക്കായിരുന്നു. ഡിഫിക്കൽട്ട് ചാപ്റ്ററാണ്, എന്നാൽ തന്നെ ലഭിക്കുന്നത് 6 മാർക്ക്. അങ്ങനെയായിരുന്നു മുൻ വർഷത്തുണ്ടായിരുന്നത്, ഒരേ ഒരു 6 മാർക്കിന് ചോദ്യം. ഇപ്പോൾ സ്ഥിതി മാറി, ഡിഫിക്കൽട്ട് ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റേജ് മാറി വന്നു. 9 മാർക്കാണ് നമുക്ക് ട്രിഗണോമെട്രി എന്നുള്ള ഒറ്റ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ വേണ്ടി പോവുക. സോ എല്ലാവരും നോട്ട് ചെയ്യുക, ട്രിഗണോമെട്രി വെയിറ്റേജ് ആകെ മാറി 9 മാർക്കിന് നമുക്ക് ട്രിഗണോമെട്രി ഉണ്ടാവും. ഒരു 6 മാർക്കിൻ്റെയും ഒരു 3 മാർക്കിൻ്റെ ചോദ്യം. ഇങ്ങനെയൊക്കെ ട്രിഗണോമെട്രി നിങ്ങളുടെ എക്സാം പേപ്പറിൽ ചോദിക്കുക. NCERT ബുക്കിൽ 5ാമത്തെ പാഠം കോംപ്ലക്സ് നമ്പേഴ്സ്, 6ാമത്തെ പാഠം ഇൻഇക്വാലിറ്റി. വളരെ സുഖമായിട്ട് ഏതൊരു വിദ്യാർത്ഥിക്കും മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ചാപ്റ്റേഴ്സ്. ഈ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജിൽ യാതൊരു മാറ്റവുമില്ല. കോംപ്ലക്സ് നമ്പേഴ്സ് 4 മാർക്കിനും ഇൻഇക്വാലിറ്റി 3 മാർക്കിനും. മുമ്പ് ചോദിച്ചിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നതും അതേപോലെ തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല. മുമ്പ് ചോദിച്ചത് പോലെ തന്നെയാണ് ഇപ്പോഴും ചോദിക്കുന്നത്. അടുത്ത പാഠത്തിലേക്ക് പോകാം, പെർമുറ്റേഷൻ കോമ്പിനേഷൻ. ഒരുപാട് പേർക്ക് പേടിയാണ് ചാപ്റ്റർ. പണ്ട് 7 മാർക്കിനായിരുന്നു, ഇപ്പോഴും 7 മാർക്കിന്. യാതൊരു വെയിറ്റേജിന് മാറ്റമില്ലാത്ത ചാപ്റ്റർ തന്നെയാണ് പെർമുറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അത് ബൈനോമിയൽ തിയറം. വളരെ സുഖമായിട്ട് നമുക്ക് 4 മാർക്ക് സമ്മാനിച്ചിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ബൈനോമിയൽ തിയറം. ഇപ്പോൾ ആ കാണുന്ന ചാപ്റ്ററിന്റെ വെയിറ്റേജ് വെട്ടിക്കുറച്ചുകൊണ്ട് കേവലം 3 മാർക്കിന് മാത്രമായിരിക്കും നമുക്ക് ബൈനോമിയൽ തിയറത്തിൽ നിന്ന് ചോദിക്കുക. അതായത് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ആൻഡ് സീരീസ്. 4 മാർക്കിനായിരുന്നു നമുക്ക് സീക്വൻസ് ആൻഡ് സീരീസ് ഉണ്ടായിരുന്നത്. 4 മാർക്ക് എന്ന് പറയുമ്പോൾ വളരെ സുഖമായിട്ട് നമുക്ക് ലഭിക്കാവുന്ന 4 മാർക്ക്. ചില ബുദ്ധിമുട്ടായ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത്യാവശ്യം പഠിക്കാനുള്ള ചാപ്റ്റർ. പക്ഷേ നമുക്ക് എന്താണ് ബോർഡ് എക്സാമിൽ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ചോദിച്ചിരുന്ന പാഠമായിരുന്നു സീക്വൻസ് ആൻഡ് സീരീസ്, 4 മാർക്കിന്. ഇപ്പോൾ ആ കാണുന്ന ചാപ്റ്ററിന്റെ വെയിറ്റേജ് ആകെ മാറിക്കൊണ്ട് 6 മാർക്കിനാണ് ഈ ചാപ്റ്റർ ചോദിക്കുക. സോ അത്യാവശ്യം ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഭാഗം തന്നെയാണ് നിലവിൽ സീക്വൻസ് ആൻഡ് സീരീസ്. എല്ലാ വിദ്യാർത്ഥികളും വളരെ അധികം ശ്രദ്ധാപൂർവ്വം പഠിക്കേണ്ട ചാപ്റ്ററായിട്ട് മാറിക്കഴിഞ്ഞു സീക്വൻസ് ആൻഡ് സീരീസ്. അടുത്ത പാഠം എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻസ്. എല്ലാവരുടെയും പേടി സ്വപ്നം. വേറൊന്നുമല്ല, ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ഏത് രീതിക്ക് വേണമെങ്കിലും ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാൻ നമുക്ക് സാധിക്കണം. അതാണ് സ്ട്രേറ്റ് ലൈൻസിന്റെ പ്രത്യേകത. എല്ലാ ക്വസ്റ്റ്യൻസും പക്ക കൺസെപ്ഷ്യൽ ബേസ്ഡ് ആയിരിക്കും. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജും മാറി. പണ്ടുണ്ടായിരുന്ന 6 മാർക്കാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് 7 മാർക്ക്. ഒരു 4 മാർക്കിന്റെയും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് സ്ട്രേറ്റ് ലൈൻസിൽ ഉണ്ടാവുക. നെക്സ്റ്റ് ചാപ്റ്റർ കോണിക് സെക്ഷൻസ്. പണ്ടും 7 മാർക്ക്, ഇപ്പോഴും 7 മാർക്ക്. വളരെ സുഖമായിട്ട് നമുക്ക് 7 മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഫോർമുലാസ് ഉണ്ട്, കോൺസെപ്റ്റ് ഉണ്ട്. ആ കാണുന്ന എല്ലാ കോൺസെപ്റ്റും എല്ലാ ഫോർമുലാസും കൃത്യമായിട്ട് പഠിക്കണം. ഇതെല്ലാം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് ഈ പറയുന്ന 7 മാർക്കും നേടാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി. പണ്ട് നമുക്ക് 3 മാർക്കിന് ഉണ്ടായിരുന്ന ഈ ചാപ്റ്റർ ഇപ്പോൾ മാർക്ക് ഉയർത്തിക്കൊണ്ട് 4 മാർക്കിന് ഉണ്ടാവുന്നത്. വളരെ സുഖമായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ കാണുന്ന 4 മാർക്ക് ലഭിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മക്കളെ, ഇത് നമുക്കൊരു ബോണസാണ്.
കാരണം എളുപ്പമായ ചാപ്റ്ററിൽ 1 മാർക്ക് നമുക്ക് എന്താണ് ഒരു ആഡ് ഓൺ പോലെ ലഭിച്ചിരിക്കുകയാണ്. അടുത്ത പാഠം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. യാതൊരു മാറ്റവുമില്ല, ചാപ്റ്റർ ഡിഫിക്കൽട്ട് ആണ്. ട്രിഗണോമെട്രി പോലെ തന്നെ ഡിഫിക്കൽട്ട് ആയി നിൽക്കുന്ന ചാപ്റ്റർ തന്നെയാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജിൽ യാതൊരു മാറ്റവുമില്ല. 9 മാർക്കിന് മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴും 9 മാർക്കിന് തന്നെ. അവസാന 2 പാഠങ്ങൾ, ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സും മറ്റൊന്ന് പ്രോബബിലിറ്റിയും. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, അത് 6 മാർക്കിന്റെ. അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെയും വേരിയൻസിന്റെയും ഒരു ചോദ്യമായിരിക്കും. ഇത്രകാലം അതായിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും വേണമെങ്കിൽ ഇനി ചോദ്യ പേപ്പറിൽ മാറി വരാം. കാരണം എക്സാം പാറ്റേണൊക്കെ മാറുമ്പോൾ തന്നെ നമ്മൾക്ക് ഏത് സംഭവം വേണമെങ്കിൽ മാറി വരാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം തന്നെ വേണം പഠിക്കാനായിട്ട്. പക്ഷേ 99.9% സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ സുഖമായിട്ട് 6 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ചാപ്റ്ററായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മാറിക്കഴിഞ്ഞു. അവസാനത്തെ പാഠം പ്രോബബിലിറ്റി. പണ്ട് എക്സാമിന് 7 മാർക്കിനുണ്ടായിരുന്നു. വളരെ സുഖമായിട്ട് എല്ലാവർക്കും തന്നെ ഈ കാണുന്ന 7 മാർക്ക് നേടിയിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കളി മാറി. എക്സാമിന് കേവലം 4 മാർക്കിന് മാത്രമാണ് പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്റർ ചോദിക്കുന്നത്. സോ ഇതാണ് നമുക്ക് ന്യൂ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ. ഈ കാണുന്ന ന്യൂ വെയിറ്റേജിൻ്റെ അകത്ത് നമ്മൾ കൃത്യമായിട്ട് സ്ട്രാറ്റജി വേണം. കാരണം വെയിറ്റേജ് ആകെ മാറി വരുമ്പോൾ കൃത്യമായിട്ട് സ്ട്രാറ്റജിയും സ്റ്റഡി പ്ലാനും ഇല്ലെങ്കിൽ നമുക്ക് ഈ കാണുന്ന ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ട് തന്നെ ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കില്ല. ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇപ്പോഴും സാധിക്കും. എല്ലാ വിദ്യാർത്ഥികളും ഇനിയുള്ള 7 ദിവസം അത് ഗംഭീരമായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് +1 ക്ലാസ്സിൽ ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. 100% ഉറപ്പാണ് ഞാൻ പറയുന്നത്. പക്ഷേ നല്ലൊരു സ്റ്റഡി പ്ലാനും ഒരു സ്ട്രാറ്റജിയും തന്നെയാണ് ആവശ്യം. ആ കാണുന്ന സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിക്കും വേണ്ടി ഇനിയുള്ള 7 ദിവസം നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞതിന് വേണ്ടി സൈലത്തിന്റെ എൻ്റെ മാത്സ് ടീം വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക്. സോ എല്ലാവരും അവിടെ ഉണ്ടാവുക. മനസ്സിലാക്കി വെക്കൂ എങ്ങനെയാണ് സൈലം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇനിയുള്ള 7 ദിവസം. ഈ പറയുന്ന 7 ദിവസം നിങ്ങൾ സൈലത്തോടൊപ്പം നിൽക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് തന്നെ +1 ക്ലാസ്സിൽ ഫുൾ മാർക്ക് നേടാൻ സാധിക്കും. ഇത് 100% ഉറപ്പാണ് പറയുന്നത്. സോ എല്ലാവരും ലൈവിൽ ഉണ്ടാവുക. സമയം മറക്കരുത്, 7 മണി. See you all. Signing off, Afnas, AK from Xylem Learning.